ഉച്ചയ്ക്ക് 2 മണി മുതൽ രാത്രി 9:30 വരെയാണ് മകൻ തൊഴൽ നടക്കുക. മാർച്ച് 3-ന് പൂരം എഴുന്നള്ളിപ്പും നടക്കും. മാർച്ച് 4-ന് ഉത്രം ആറാട്ടും മാർച്ച് 5-ന് അത്തം കുരുതിയും നടക്കും. പുരുഷന്മാരെക്കാൾ സ്ത്രീകളാണ് അധികവും ഈ സമയത്ത് ദർശനത്തിന് ക്ഷേത്രത്തിൽ എത്തുന്നത്. ദീർഘസുമംഗലിയാകാനും അവിവാഹിതകളുടെ വിവാഹം നടക്കാനും സർവ്വദോഷങ്ങൾ മാറാനും ഈ സമയത്ത് ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് വിശേഷമാണെന്നാണ് വിശ്വാസം. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ എന്നീ മന്ത്രങ്ങൾ ഉരുവിട്ട് ഭക്തർ സർവാഭരണ വിഭൂഷിതയായി വലതുകൈയിൽ അനുഗ്രഹിക്കുന്ന ദിവസമാണ് മകൻ തൊഴൽ. തങ്കഗോളക ചാർത്തി ആഭരണങ്ങൾ അണിഞ്ഞ് ദേവി വലതുകൈകൊണ്ടാണ് അനുഗ്രഹിക്കുന്നത്. മറ്റു ദിവസങ്ങളിലെല്ലാം ഇടതുകൈകൊണ്ടാണ് അനുഗ്രഹിക്കുന്നത്. ജഗദീശ്വരിയായ ആദിപരാശക്തിയാണ് ചോറ്റാനിക്കര ക്ഷേത്രത്തിലെ മുഖ്യപ്രതിഷ്ഠ. ചോറ്റാനിക്കര അമ്മ എന്നറിയപ്പെടുന്ന ഭഗവതിയെ സൗമ്യസുന്ദരമായ രൂപത്തിൽ മഹാവിഷ്ണുവിനോടൊപ്പം പ്രതിഷ്ഠിച്ചിരിക്കുന്നു. അതിനാൽ ഇവിടെ ലക്ഷ്മീനാരായണ സങ്കല്പത്തിന് പ്രത്യേക പ്രാധാന്യമുണ്ട്. ഭഗവതിക്കും മഹാവിഷ്ണുവിനും ഭദ്രകാളിക്കും തുല്യമായ മഹിമയാണ് ഈ ക്ഷേത്രത്തിൽ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ടു തന്നെയാണ് ഇവിടെ പ്രസിദ്ധമായ അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ എന്ന നാമജപം ഉത്ഭവിച്ചതായി വിശ്വസിക്കുന്നത്. ഉപദേവനായ അയ്യപ്പനും ഈ ക്ഷേത്രത്തിൽ പ്രത്യേക പ്രാധാന്യമുണ്ട്. ചോറ്റാനിക്കരയിൽ ഭഗവതിയെ പ്രധാനമായും 3 പ്രധാന ഭാവങ്ങളിലാണ് ആരാധിക്കുന്നത്. അതിനനുസരിച്ച് 3 രീതിയിലുള്ള അലങ്കാരവും പ്രത്യേക പൂജാക്രമങ്ങളും ഇവിടെ നടപ്പിലാക്കപ്പെടുന്നു. പ്രഭാതത്തിൽ രാവിലെ 7 മണിവരെ വെള്ളവസ്ത്രത്തിൽ പൊതിഞ്ഞ് വിദ്യാസ്വരൂപിണിയായ മഹാസരസ്വതിയായി ആരാധിക്കുന്നു. കൊല്ലൂർ മൂകാംബികാ ഭാവം ഇവിടെ സ്മരിക്കപ്പെടുന്നു. ഉച്ചയ്ക്ക് ചുവന്ന വസ്ത്രത്തിൽ മഹാലക്ഷ്മിയായി അലങ്കരിക്കുന്നു. സമൃദ്ധിയും ഐശ്വര്യവും പ്രദാനം ചെയ്യുന്ന ഭാവമാണിത്. വൈകുന്നേരം നീലവസ്ത്രത്തിൽ ദുർഗാ പരമേശ്വരിയായി ദർശനമരുളുന്നു. ഇതിനു പുറമെ ക്ഷേത്രത്തിൽ ശിവസാന്നിധ്യമുള്ളതിനാൽ പാർവതിയായും കീഴ്ക്കാവിൽ ഉഗ്രമായ ഭദ്രകാളി ഭാവത്തിലും ഭഗവതി ആരാധിക്കപ്പെടുന്നു. ഇങ്ങനെ മഹാസരസ്വതി, മഹാലക്ഷ്മി, ദുർഗ, പാർവതി, ഭദ്രകാളി എന്നീ 5 ഭാവങ്ങളിൽ ഭഗവതിയെ ആരാധിക്കുന്നതിനാൽ ചോറ്റാനിക്കര അമ്മയെ രാജരാജേശ്വരി അഥവാ ആദിപരാശക്തി ഭാവത്തിലാണ് സങ്കല്പിക്കുന്നത്. ഗുരുവായൂർ അമ്പലത്തിൽ ഉണ്ണികൃഷ്ണൻ ഓടിക്കളിക്കുന്നതും സദ്യ വിളമ്പുന്നതും കൃഷ്ണനാട്ടം കേൾക്കുന്നതുമൊക്കെ നേരിട്ട് കാണാറുള്ള വില്വമംഗലം സ്വാമി ഒരിക്കൽ കുംഭമാസത്തിൽ ചോറ്റാനിക്കര ക്ഷേത്രത്തിലെത്തിയപ്പോൾ ദേവിയെ നേരിട്ട് ദർശിച്ചു എന്നാണ് ഐതിഹ്യം.